ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 3ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹോണസ്റ്റി പേസ് എന്നുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ അതിലുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 5th യൂണിറ്റിൻ്റെ പേരെന്താണ്? ഹോണസ്റ്റി പേസ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധതയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ മീനിങ് എന്താണ് വരുന്നത്? സത്യസന്ധത പ്രതിഫലം നൽകുന്നു എന്നുള്ളൊരു മീനിങ്ങിലാണ് ഈ ഒരു യൂണിറ്റിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സ്റ്റോറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചറാണ് അല്ലേ? ഒരു ഗ്രാമീണ ഭംഗിയൊക്കെയുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഹോണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. ആരെഴുതിയതാണ്? തോമസ് ജെഫേഴ്സൻ്റെ ആണ് അല്ലേ? എന്താ പറയുന്നത്? ഹോണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം, അറിവ് എന്നൊക്കെയാണ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് എന്താണെന്നാണ്? സത്യസന്ധതയാണ് അല്ലേ? അറിവാവുന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് അല്ലെങ്കിൽ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് സത്യസന്ധതയാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ താഴെയും ഇവിടെ കർട്ടൻ റേസർ എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരാൾ എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സിനൊക്കെ ചെടികൾക്കൊക്കെ എന്താണ് നനച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ഒരുപാട് എന്താണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഫാർമറാണ് അല്ലെങ്കിൽ ഒരു കർഷകനാണ് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? എന്താണ് കാരണം? ഒരുപാട് ഒരു ഫാം പോലെ അല്ലേ? കൃഷി സ്ഥലം പോലെയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അപ്പം നമ്മൾ വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ കൂട്ടുകാർ ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് ആ ഒരു പിക്ചറിൽ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് നോക്കാം. ദ ഫാമർ. എന്താണ് നമ്മുടെ സ്റ്റോറിയുടെ പേര് വരുന്നത്? ദ ഫാമർ. ഫാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകനാണ്. അപ്പോൾ കർഷകനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണിത്. അപ്പോൾ ഇവിടെ ഒരു കർഷകൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കലപ്പയൊക്കെയായിട്ട് കർഷകൻ ഇങ്ങനെ പോകുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറിയിലോട്ട് പോവാം. നമുക്ക് ആദ്യം സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കാം. എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദി പാലസ്. He was hard-working and honest, but he couldn't earn much. I must save something for the future, he thought. After many years of hard work, he earned enough to buy a gold coin. This is mine, the result of my hard work. He looked at the coin. It was shining in his palm. Where should I keep this coin? It's not safe at home. I will keep it somewhere else. എന്താണ് പറയുന്നത്? എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദി പാലസ്. എ ഫാർമർ, ഒരു കർഷകൻ, ലിവ്ഡ് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. എവിടെയാണ്? വിച്ച് വാസ് നിയർ ദി പാലസ്. പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരം അല്ലേ? കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ താമസിച്ചിരുന്നു. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ്. അദ്ദേഹം എങ്ങനെയുള്ള ഒരാളാണ്? ഹി വാസ് ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കഠിന അധ്വാനിയാണ് അല്ലേ? കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ആൻഡ് ഓണസ്റ്റ്, പിന്നെയോ സത്യസന്ധനായിട്ടുള്ള ഒരാൾ കൂടെയാണ്. ബട്ട് ഹി കുഡിൻറ്റ് ഏൺ മച്ച്. പക്ഷെ എന്താണ്? ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അദ്ദേഹത്തിന് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പാദിക്കുക. ഒരുപാട് സമ്പാദിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദി ഫ്യൂച്ചർ, ഹി തോട്ട്. അപ്പം അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹം ചിന്തിച്ചു എന്താണ്? ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദി ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് അല്ലേ? എനിക്ക് എൻ്റെ ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ എത്രയും കഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ഒന്നും ഏൺ ചെയ്യാൻ, സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ്? ഭാവിയിലേക്ക് എനിക്ക് എന്തെങ്കിലും കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുകയാണ്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, ഒരുപാട് അല്ലേ? ആഫ്റ്റർ മെനി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ആ ഒരു കഠിന അധ്വാനത്തിലൂടെ, ആഫ്റ്റർ മെനി ഇയേഴ്സ് ആണ് കേട്ടോ, വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷത്തെ ആ ഒരു അധ്വാനത്തിലൂടെ
ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഹി ഏൺഡ് സമ്പാദിച്ചു. എന്ത്? ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ, ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനുള്ള അല്ലേ ഒരു സമ്പാദ്യം ആ കർഷകൻ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനുള്ള ക്യാഷ് അദ്ദേഹം സമ്പാദിച്ചു. ദിസ് ഈസ് മൈൻ, ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. അപ്പോൾ അദ്ദേഹം പറയാണ് ദിസ് ഈസ് മൈൻ. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത് മാത്രം, ഇത് എൻ്റേതാണ്, ഇത് എൻ്റേത് മാത്രമാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്, എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്, റിസൾട്ടാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദി കോയിൻ. അദ്ദേഹം ആ ഒരു കോയിനിലേക്ക്, ആ ഒരു ഗോൾഡ് കോയിനിലേക്ക് നോക്കുവാണ്. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. പാം എന്ന് പറഞ്ഞാൽ കൈവെള്ളയാണ്, നമ്മുടെ കൈയുടെ ഉൾഭാഗമാണ്. ഇറ്റ് വാസ് ഷൈനിങ് ഹിസ് പാം. ആ ഒരു ഗോൾഡ് കോയിൻ അദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിലിരുന്ന് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഈ ഒരു കോയിൻ ഞാൻ എവിടെയാണ് സൂക്ഷിക്കുക? ഇറ്റ്സ് നോട്ട് സേഫ് അറ്റ് ഹോം. ഈ വീട്ടിൽ ഇത് ഒരിക്കലും സേഫ് അല്ല, സുരക്ഷിതമല്ല. ഐ വിൽ കീപ്പ് ഇറ്റ് സംവെയർ എൽസ്. എനിക്ക് എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ സമ്പാദ്യം കൊണ്ട് അദ്ദേഹം ഒരു ഗോൾഡ് കോയിൻ വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ സന്തോഷത്തോടു കൂടി അദ്ദേഹം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അത് എവിടെ സൂക്ഷിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷനാണ്. വീട്ടിൽ വെക്കുന്നത് സുരക്ഷിതമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. എ സേഫ് പ്ലേസ്. The farmer went near the palace. There was a huge wall around it. He found a loose brick in the wall. This is a safe place to hide my coin, he said to himself. The farmer put his hand in his pocket and felt the coin. He tiptoed towards the wall and took the brick out. Carefully, he kept the gold coin in the gap and placed the brick back. Be safe here, my dear coin. You are my life, he whispered. He walked home happily. എന്താ പറയുന്നത്? എ സേഫ് പ്ലേസ്, ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം, ആ കോയിൻ ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹം, ആ ഒരു ഫാർമർ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ദ ഫാർമർ വെൻ നിയർ ദ പാലസ്. ഫാർമർ എന്ത് ചെയ്തു? വെൻ നിയർ ദി പാലസ്, കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. പാലസിൻ്റെ അടുത്ത് എങ്ങനെയാണ്? ദർ വാസ് എ ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വലിയ. വാൾ ഇവിടെ പറയുന്നത്, വാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ചുമരാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ചുമർ അല്ലെങ്കിൽ മതിൽ. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. അപ്പോൾ ആ ഒരു പാലസിൻ്റെ ചുറ്റും എങ്ങനെയാണ്? വലിയൊരു മതിലുണ്ട്. ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദി വാൾ. അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? എ ലൂസ് ബ്രിക്ക് ഇൻ ദി വാൾ. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ കട്ട, ഇഷ്ടിക, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ ലൂസായിട്ട് ഇളകി കിടക്കുന്ന ഒരു ബ്രിക്ക് അദ്ദേഹം അവിടെ കാണുകയാണ്. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ, ഹീ സാഡ് ടു ഹിംസെൽഫ്. അത് കണ്ടപ്പോൾ അദ്ദേഹം പറയാണ് ദിസ് ഈസ് എ സേഫ് പ്ലേസ്, ഇതാണ് സുരക്ഷിതമായ സ്ഥലം. എന്തിനു വേണ്ടിയിട്ട്? ടു ഹൈഡ് മൈ കോയിൻ, എൻ്റെ കോയിൻ വെക്കാൻ പറ്റിയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഇതാണ്. ഹീ സാഡ് ടു ഹിംസെൽഫ്. എന്താണ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം, അദ്ദേഹം തന്നോട് തന്നെ പറയുകയാണ്. The farmer put his hand in his pocket and felt the coin. The farmer put his hand in his pocket. ഫാർമർ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കൈ പോക്കറ്റിലിടുകയാണ്. ആൻഡ് ഫെൽറ്റ് ദി കോയിൻ. എന്നിട്ട് എന്താണ്? ആ ഒരു കോയിന് അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കുകയാണ്. He tiptoed towards the wall and took the brick out. He tiptoed towards the wall എന്ന് പറഞ്ഞാൽ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വിരൽത്തുമ്പിൽ, ടിപ്ടോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിരൽത്തുമ്പാണ്. അപ്പം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ പതുങ്ങി വിരൽത്തുമ്പിൽ ഇങ്ങനെ നടന്നിട്ട് ആ ഒരു മതിലിൻ്റെ അടുത്തെത്തി. എന്നിട്ടോ took the brick out carefully. എന്നിട്ട് ആ ഒരു ഇളകിയിട്ടുള്ള ആ ഒരു കട്ട കണ്ടല്ലോ അദ്ദേഹം അതിൻ്റെ അടുത്ത് എത്തിയിട്ട് അതൊന്ന് എടുക്കുവാണ്. കെയർഫുള്ളി ഹി കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദി ബ്രിക്ക് ബാക്ക്. ആ ഒരു ഇളകി നിൽക്കുന്ന കട്ട എടുത്തിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? കെയർഫുള്ളി, ശ്രദ്ധയോട് കൂടിയിട്ട് ഹി കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ, അദ്ദേഹത്തിൻ്റെ ഒരു പോക്കറ്റിലുണ്ടായിരുന്ന അല്ലെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡ് കോയിൻ എടുത്തിട്ട് ആ ഒരു കട്ട ബ്രിക്ക് ഇളകിയിട്ടുള്ള ഗ്യാപ്പിൽ അദ്ദേഹം വെക്കുവാണ്. ഇൻ ദി ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദി ബ്രിക്ക് ബാക്ക്. ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു കോയിൻ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എടുത്തിട്ടുള്ള ബ്രിക്ക് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുവാണ്. ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ. എന്നിട്ട് പറയാണ് ബി സേഫ് ഹിയർ, നീ ഇവിടെ സുരക്ഷിതമാണ്. മൈ ഡിയർ കോയിൻ, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമാണ് അല്ലേ, അത്രയും ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പം സുരക്ഷിതമായിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം പറയാണ് ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ, നീ ഇവിടെ സുരക്ഷിതമാണ് എൻ്റെ പ്രിയപ്പെട്ട കോയിൻ. യു ആർ മൈ ലൈഫ്, യു ആർ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം അതിന് അത്രത്തോളം ഒരു വാല്യൂ അവിടെ കൊടുക്കുന്നുണ്ട്. യു ആർ മൈ ലൈഫ്, നീ എൻ്റെ ജീവിതമാണ് അല്ലേ, ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമാണ്. ഹി വിസ്പിയേർഡ്, എന്താണ്? അദ്ദേഹം ഇങ്ങനെ വിസ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിക്കുക. അദ്ദേഹം സ്വയം ഇങ്ങനെ പറയുവാണ്. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി. എന്നിട്ട് എന്ത് ചെയ്യുക? അദ്ദേഹം തിരിച്ചു പോയി. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി, അദ്ദേഹം നടന്ന് തിരിച്ച് എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? സന്തോഷത്തോട് കൂടിയിട്ട് അല്ലേ, അദ്ദേഹം ആ കോയിൻ അവിടെ വെച്ചതിൻ്റെ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്.
ദ ഡിസിഷൻ അടുത്ത ഭാഗമാണ് ദ ഡിസിഷൻ. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനം അല്ലേ. അപ്പം അതിൻ്റെ താഴത്തെ എന്താണ്? ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ സംസാരിക്കുന്നതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം. Months passed. Dum, dum, dum. The farmer and his wife heard the sound of drums. An announcement echoed in the air. Oh, it's a carnival. I wish I could see it, his wife said. But we don't have any money, the farmer replied. Every day you work like a horse, but your pockets are always empty, his wife said. The farmer left the house without uttering a word. She was never demanded anything till now. How can I take her to the carnival? He was very sad. Suddenly, he thought about the gold coin. He decided to take it back. നമുക്ക് നോക്കാം. മന്ത്സ് പാസ്ഡ്. എന്താണ് മന്ത്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? മാസങ്ങൾ അല്ലേ. മന്ത്സ് പാസ്ഡ്, മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഡും ഡും ഡും. ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഫാർമറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ശബ്ദം കേൾക്കുവാണ്. എന്തിൻ്റെയാണ്? ഡ്രംസ് അല്ലേ, ചെണ്ടയുടെ. ഡ്രംസ് എന്ന് പറഞ്ഞാൽ ചെണ്ട. ഡും 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 എന്നുള്ളൊരു ശബ്ദം കേൾക്കുകയാണ്. ആൻ അനൗൺസ്മെൻറ്റ് എക്കോയ്ഡ് ഇൻ ദ എയർ. അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിളംബരമാണ്. എക്കോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിക്കുക. അന്തരീക്ഷത്തിൽ ഇങ്ങനെ അല്ലേ, ആ ഒരു ശബ്ദം കേൾക്കുന്നതിനെയാണ്. പ്രതിധ്വനിക്കുവാണ് ഇങ്ങനെ, ഡും 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 എന്നുള്ള സൗണ്ട് കേൾക്കുവാണ്. ഹോ, ഇറ്റ്സ് എ കാർണിവൽ. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സാഡ്. അപ്പോൾ അത് കേട്ട സമയത്ത് തന്നെ ഫാർമറിൻ്റെ വൈഫ് പറയാണ്, ഹോ ഇറ്റ്സ് എ കാർണിവൽ. കാർണിവൽ നടക്കാൻ പോകാമെന്ന് തോന്നുന്നു അല്ലേ. പാലസൊക്കെ ഉണ്ട്. അപ്പോൾ പാലസിൽ നിന്നായിരിക്കും ആ ഒരു വിളംബരത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. എനിക്ക് അത് കാണണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഹിസ് വൈഫ് സാഡ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുവാണ്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, ദ ഫാർമർ റിപ്ലൈഡ്. അത് കാണണമെന്ന് വൈഫ് പറഞ്ഞപ്പം ഫാർമർ എന്ത് പറഞ്ഞു? പക്ഷേ വി ഡോണ്ട് ഹാവ് എനി മണി. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഇല്ലല്ലോ, പൈസ ഇല്ലല്ലോ. ദ ഫാർമർ റിപ്ലൈഡ്. കർഷകൻ അതിനുള്ള മറുപടി പറയാണ്. എവരി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്, ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി, ഹിസ് വൈഫ് സെഡ്. അത് കേട്ടപ്പോൾ വൈഫ് പറയാണ്, എവരി ഡേ, എല്ലാ ദിവസവും, യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്, നിങ്ങളൊരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട് അല്ലേ. അത്രയും രാവിലെ തൊട്ട് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി. പക്ഷെ നിങ്ങളുടെ പോക്കറ്റ്, നിങ്ങളുടെ എപ്പോഴും എന്താണ്? എംപ്റ്റി, കാലി അല്ലെങ്കിൽ ശൂന്യമാണ്. ഒരു കുതിരയെ പോലെ പണിയെടുത്തിട്ട് നിങ്ങളുടെ എന്താണ്? പോക്കറ്റ് എപ്പോഴും ശൂന്യമാണ്. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസയൊന്നും ഉണ്ടാവില്ല എന്ന് ആര് പറയണം? ഹിസ് വൈഫ് സെഡ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. ദ ഫാർമർ ലെഫ്റ്റ് ദി ഹൗസ് വിത്തൗട്ട് അറ്ററിങ് എ വേർഡ്. അറ്ററിങ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നും ഉച്ചരിക്കാതെ, ഒന്നും പറയാതെ. ഇവിടെ എന്താ പറയുന്നത്? ദ ഫാർമർ ലെഫ്റ്റ് ദി ഹൗസ്. അദ്ദേഹം വീട്ടിൽ നിന്ന് പോവുകയാണ്. ഒന്നും പ്രതികരിക്കാതെ, അല്ലെങ്കിൽ ഒരു ഉത്തരം ഒന്നും പറയാതെ അദ്ദേഹം അവിടുന്ന് ഒരക്ഷരം മിണ്ടാതെ അല്ലേ. അറ്ററിങ് എ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരക്ഷരം ഉരിയാടാതെ അദ്ദേഹം വീട്ടിൽ നിന്ന് പോവുകയാണ്. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഷീ വാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. ഇതുവരെ എന്നോടൊന്നും അങ്ങനെ ഡിമാൻഡഡ് ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കാണണമെന്നോ എന്തെങ്കിലും വേണമെന്നൊന്നോ അവൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹിയർ ടു ദി കാർണിവൽ. ഞാൻ എങ്ങനെയാണ് അവളെ കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക? അവൾ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെങ്കിലും അവളെ കാണിക്കണമെന്ന് ഫാർമർക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അവളെ കാർണിവൽ കാണിക്കുക? ഹി വാസ് വെരി സാഡ്. അതൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് കർഷകൻ എന്താണ്? ഹി വാസ് വെരി സാഡ്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി, സങ്കടമായി. സഡൻലി, പെട്ടെന്ന്, ഹി തോട്ട് അബൌട്ട് ദി ഗോൾഡ് കോയിൻ. അദ്ദേഹത്തിൻ്റെ ഗോൾഡ് കോയിൻ ഓർമ്മ വന്നു. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ ആ ഗോൾഡ് കോയിൻ തിരിച്ചെടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അടുത്ത ഭാഗം നോക്കാം. ബാക്ക് ടു ദി പാലസ്. എന്താണ്? തിരികെ കൊട്ടാരത്തിലേക്ക് അല്ലേ. ബാക്ക് ടു ദി പാലസ്. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലേക്ക്. ദ ഫാർമർ ഹറിഡ് ടു ദി പാലസ്. നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ. ഹി മൂവ്ഡ് ടുവാർഡ്സ് ദ വാൾ. Suddenly, he saw the king standing on the balcony. He was frightened. Who is there? A guard shouted. The farmer started running. The king saw him. Why is that man running? He wondered. Stop the man and bring him in, he ordered. The soldiers chased the farmer, caught him and took him to the king. എന്താ പറയുന്നത് നോക്കാം. ബാക്ക് ടു ദി പാലസ്. തിരികെ കൊട്ടാരത്തിലേക്ക് അല്ലേ. ദ ഫാർമർ ഹറീഡ് ടു ദി പാലസ്. ഫാർമർ എന്താണ്? കർഷകൻ എന്ത് ചെയ്യുകയാണ്? ഹറീഡ്, തിടുക്കപ്പെട്ടിട്ട് എങ്ങോട്ട് പോവുകയാണ്? പാലസിലേക്ക് അല്ലേ, കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്.
ഹോ, നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ. അപ്പോൾ എന്താ അവിടെ പോയിട്ട് അതേ നോക്കുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കാവൽക്കാരൊന്നും കാണുന്നില്ല. ഇല്ല, നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ, ഇവിടെ കാവൽക്കാരൊന്നുമില്ല. ഹി മൂവ് ടുവാർഡ്സ് ദി വാൾ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മൂവ് ചെയ്തു അല്ലേ, എങ്ങോട്ടേക്ക്? ടുവാർഡ്സ് ദി വാൾ, അദ്ദേഹത്തിൻ്റെ കോയിൻ വെച്ചിട്ടുള്ള ആ ഒരു വാളിൻ്റെ അടുത്തേക്ക്, മതിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തു. സഡൻലി ഹി സോ ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദി ബാൽക്കണി. പെട്ടെന്ന് സഡൻലി ഹി സോ, അദ്ദേഹം കണ്ടു, ഫാർമർ കണ്ടു, ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദി ബാൽക്കണി. രാജാവ് ബാൽക്കണിയിൽ നിൽക്കുന്നത് ഫാർമർ കാണുവാണ്. ഹി വാസ് ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിക്കുകയാണ്. അത് കണ്ടപ്പം എന്താണ്? ഫാർമർ പേടിച്ചു. ഹൂ ഈസ് ദർ? എ ഗാർഡ് ഷൗട്ടഡ്. അപ്പം തന്നെ ഒരു കാവൽക്കാരൻ ചോദിക്കുകയാണ്, ഹൂ ഈസ് ദർ? ആരാണ് അവിടെ എന്ന് ചോദിക്കുകയാണ്. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലല്ലേ, ഉച്ച വെച്ച് ചോദിക്കുകയാണ്, ആരാണ് അവിടെ? ഹൂ ഈസ് ദർ? ദ ഫാർമർ സ്റ്റാർട്ടഡ് റണ്ണിങ്. അദ്ദേഹം ഓൾറെഡി, ഫാർമർ എന്താണ്? പേടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ദ ഫാർമർ സ്റ്റാർട്ടഡ് റണ്ണിങ്. അദ്ദേഹം പേടിച്ച് എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി. ദ കിങ് സോ ഹിം. അപ്പോൾ അതെന്ത് ചെയ്തു? രാജാവ്, ദ കിങ് സോ ഹിം, രാജാവ് കണ്ടു അല്ലേ, ഫാർമർ ഓടുന്നത് രാജാവ് കണ്ടു. വൈ ഈസ് ദാറ്റ് മാൻ റണ്ണിങ്? എന്തിനാണ് അയാൾ ഓടുന്നത്? ഹി വണ്ടേഡ്. രാജാവ് എന്താണ്? വണ്ടേഡ്, ആശ്ചര്യത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് അദ്ദേഹം ഓടുന്നത്? സ്റ്റോപ്പ് ദ മാൻ ആൻഡ് ബ്രിങ് ഹിം ഇൻ, ഹി ഓർഡേഡ്. അത് കണ്ടപ്പോൾ രാജാവ് പറയാണ്, സ്റ്റോപ്പ് ദി മാൻ ആൻഡ് ബ്രിങ് ഹിം ഇൻ. അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഹി ഓർഡേഡ്, അദ്ദേഹം എന്താണ്? കൽപ്പിക്കുകയാണ്, ഓർഡർ ചെയ്യാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദ സോൾജേഴ്സ് ചേസ് ദ ഫാർമർ, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദി കിങ്. സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ കാവൽക്കാരാണ്, സൈനികരാണ്. ചേസ്ഡ് ദ ഫാർമർ. കർഷകൻ എന്ത് ചെയ്തു? ചേസ് ചെയ്തു, പിന്തുടർന്നു അല്ലേ. ഫാർമർ ഓടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ഓടിയിട്ട് പിന്തുടർന്നിട്ട്, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദി കിങ്, പിടിച്ചു കൊണ്ടുവന്നിട്ട് രാജാവിൻ്റെ മുന്നിലേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ്. ഇനി എന്താണ്? അറ്റ് ദി റോയൽ കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? രാജകോടതിക്കാണ് റോയൽ കോർട്ട് എന്ന് പറയുന്നത്. കൊട്ടാരത്തിലുള്ള കോടതിയാണ്. അപ്പോൾ കർഷകനെ പിടിച്ച് രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. വൈ ഡിഡ് യു റൺ എവേ? ദ കിങ് ആസ്ക്ഡ്. വൈ ഡിഡ് യു റൺ എവേ? എന്തിനാണ് നീ ഓടിയത്? ദ കിങ് ആസ്ക്ഡ്. രാജാവ് ചോദിക്കുകയാണ്. ദ ഫാർമർ ലുക്ക് ഡൗൺ, ഹി വാസ് ഷിവറിങ്. ഫാർമർ എന്താണ്? താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. ഹി വാസ് ഷിവറിങ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? പേടിച്ച് വിറയ്ക്കുകയാണ്. രാജാവ് ചോദിക്കുകയുണ്ട് അല്ലേ, എന്തിനാ നീ ഓടിയത് എന്നൊക്കെ ചോദിച്ചു. വാട്ട് ഹാപ്പൻഡ്? ദ കിങ് ആസ്ക്ഡ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് രാജാവ് പിന്നെയും ചോദിച്ചു. ദ ഫാർമർ ടോൾഡ് ഹിം ദ വോൾ സ്റ്റോറി. അപ്പോൾ കർഷകൻ എന്ത് ചെയ്തു? ടോൾഡ് ഹിം, രാജാവിനോട് ടോൾഡ് ഹിം, പറഞ്ഞു. എന്ത്? ദ വോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ മുഴുവൻ കഥയും, എന്താണ് നടന്നത് എന്നുള്ള കഥകളൊക്കെ രാജാവിനോട് കർഷകൻ പറഞ്ഞു. ദ കിങ് ഡിസൈഡഡ് ടു ഹാവ് സം ഫൺ. അത് കേട്ടപ്പോൾ രാജാവ് എന്ത് തീരുമാനിച്ചു? ടു ഹാവ് സം ഫൺ. ഒരു തമാശ ഒപ്പിക്കാന്നുള്ള രീതിയിൽ രാജാവ്, കഥയൊക്കെ കേട്ടപ്പോൾ രാജാവ് തീരുമാനിക്കുകയാണ്. ഓക്കെ, ഹീ സെഡ്. ഓക്കെ, കഥയൊക്കെ കേട്ടിട്ട് ഓക്കെ പറഞ്ഞു. ഹീ സെഡ്, രാജാവ് പറയുകയാണ്. ഐ വിൽ ഗിവ് യു അനദർ ഗോൾഡ് കോയിൻ, ഗോ ഹോം. ഞാൻ നിനക്ക് വേറൊരു ഗോൾഡ് കോയിൻ തരാം, നീ വീട്ടിലേക്ക് പോയിക്കോ എന്നുള്ളത് രാജാവ് പറയുകയാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. എ ക്ലെവർ ഐഡിയ. അപ്പോൾ എന്താണ് ക്ലെവർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ബുദ്ധിപരമായിട്ടുള്ള ഐഡിയ എന്താണെന്ന് നോക്കാം. ഫോർഗെറ്റ് യുവർ കോയിൻ. കോയിൻ്റെ കാര്യം മറന്നേക്കൂ. 10 അല്ലെങ്കിൽ 100 1000 കോയിൻസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫാർമർ എന്താണ്? അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പം പറയുവാണ്, ഫോർഗെറ്റ് യുവർ കോയിൻ്റെ കാര്യം മറന്നേക്കൂ. ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ദ കിങ് സെഡ്. കോയിൻ മറന്നേക്കൂ, ഞാൻ നിനക്ക് ഐ വിൽ ഗിവ് യു, നിനക്ക് എന്ത് നൽകാം? ഹാഫ് ഓഫ് മൈ കിങ്ഡം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജ്യമാണ്. ഇപ്പോൾ രാജാവ് ഭരിക്കുന്ന രാജ്യം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാമെന്ന് ആര് പറഞ്ഞു? ദ കിങ് സെഡ്, രാജാവ് പറയുകയാണ്. വിച്ച് ഹാഫ് ഡു യു വാണ്ട്? നിനക്ക് ഏത് പകുതിയാണ്, രാജ്യത്തിൻ്റെ ഏത് പകുതിയാണ് വേണ്ടത് എന്ന് ചോദിക്കുവാണ്. യു ക്യാൻ ഡിസൈഡ്, നിനക്ക് തീരുമാനിക്കാം. ദ കിങ് കണ്ടിന്യൂഡ്, കർഷകനോട് ഇങ്ങനെ രാജാവ് പറയുകയാണ്, എൻ്റെ രാജ്യത്തിൻ്റെ ഏത് ഭാഗമാണ് നിനക്ക് വേണ്ടത്, ഏത് രാജ്യപകുതിയാണ് നിനക്ക് വേണ്ടത്, നീ തീരുമാനിച്ചോളൂ. ദ കിങ് കണ്ടിന്യൂഡ്, രാജാവ് കിങ് കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടേയിരുന്നു. ദ ഫാർമർ തോട്ട് ഫോർ എ വൈൽ. കർഷകൻ ഒരു നിമിഷം ചിന്തിക്കുകയാണ്. ഫാർമർ തോട്ട് ഫോർ എ വൈൽ. യുവർ ഹൈനസ്, അത് ചിന്തിച്ചിട്ട് പറയുവാണ്. കുറച്ച് നേരം, ഒരു നിമിഷം അദ്ദേഹം ഒന്ന് ചിന്തിച്ചിട്ട് പറയുകയാണ്. യുവർ ഹൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവ് എത്ര ഉന്നതനാണ്. ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്. ഞാൻ എടുക്കാൻ പോകുന്നത്, അദ്ദേഹം ഏത് ഭാഗം വേണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് അറിയോ? ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്. എൻ്റെ കോയിൻ ഇരിക്കുന്ന ആ ഭാഗത്തിൻ്റെ ആ ഒരു പകുതിയാണ് എനിക്ക് വേണ്ടത്. ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ കോയിൻ കിട്ടും. ആൻഡ് ഗിവ് ബാക്ക് യുവർ കിങ്ഡം. എൻ്റെ കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ രാജ്യം എന്താണ്? രാജാവിന് തന്നെ തിരിച്ചു നൽകിക്കോളാം. ഹി സെഡ്, ആ ഫാർമർ പറയുവാണ്. ദ കിങ് ലൈക്ക് ദ ഫാർമേഴ്സ് ഐഡിയ. രാജാവിന് ഫാർമറിൻ്റെ ആ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു. എ സ്മൈൽ അപ്പിയേർഡ് ഓൺ ഹിസ് ഫേസ്. എന്താണ്? അത് കേട്ടപ്പം രാജാവിൻ്റെ മുഖത്ത്, അപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു
പുഞ്ചിരി, സ്മൈൽ എന്ന് പറഞ്ഞാൽ ഒരു ചിരി പ്രത്യക്ഷപ്പെട്ടു. ഐ അഡ്മിയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി. ഐ അഡ്മിയർ എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. രാജാവ് അതൊക്കെ കേട്ടപ്പോൾ അഭിനന്ദിക്കുകയാണ്. ഐ അഡ്മിയർ, ഞാൻ നിന്നെ അഭിനന്ദിക്കുകയാണ്. എന്തിന്? യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി, നിന്റെ ആ ഒരു ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തെയും അതുപോലെ തന്നെ ഓണസ്റ്റി, സത്യസന്ധതയും ഒക്കെ ഞാൻ അഭിമാനിക്കുന്നു. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ എലോങ് വിത്ത് മൈ ഗിഫ്റ്റ്. നീ നിന്റെ കോയിൻ എടുത്തോളൂ, കൂടെ എന്താണ്? എലോങ് വിത്ത് മൈ ഗിഫ്റ്റ്, കൂടെ എൻ്റെ ഒരു സമ്മാനവും നീ സ്വീകരിക്കണമെന്ന് പറയുവാണ്. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു. ദ ഫാർമർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻ. അങ്ങനെ എന്താണ്? ഫാർമറിൻ്റെ ഗോൾഡ് കോയിൻ എടുക്കാനുള്ള അനുവാദം കിട്ടി. അതിൻ്റെ കൂടെയോ രാജാവ് എൻ്റെ ഒരു ഗിഫ്റ്റും അല്ലേ. ദ ഫാർമർ വാസ് സർപ്രൈസ്ഡ്, എന്ത് കണ്ടിട്ടാണ്? ഫാർമർ സർപ്രൈസായി നിൽക്കുവാണ്. ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്, രാജാവ് നൽകിയിട്ടുള്ള തിളങ്ങുന്ന, ഗ്ലിറ്ററിങ് എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള ഗോൾഡ് കോയിൻസ് കണ്ടിട്ട് എന്താണ്? ഫാർമർ സർപ്രൈസായി നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു ഓണസ്റ്റി അല്ലേ, സത്യസന്ധതയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ്, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അദ്ദേഹം രാജാവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ട് രാജാവ് തരാമെന്നൊന്നും പറഞ്ഞതൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല അല്ലേ. എത്ര കോയിൻസ് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടൊന്നും സ്വീകരിക്കാതെ എന്താണ്? അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് അല്ലേ. സത്യസന്ധമായിട്ട് നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്? സത്യസന്ധതയ്ക്ക് കിട്ടിയിട്ടുള്ള പ്രതിഫലമാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾഡ് കോയിനും കൂടെ രാജാവിൻ്റെ അംഗീകാരവും അതുപോലെ തന്നെ എന്താണ്? രാജാവിൻ്റെ വക സന്തോഷത്തോട് കൂടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ, ഗോൾഡ് കോയിൻസൊക്കെ അദ്ദേഹത്തിന് കിട്ടുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കൂട്ടുകാരെല്ലാവരും നല്ല വൃത്തിയായിട്ട് ഈ കഥ വായിച്ച് മനസ്സിലാക്കുക, അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.